2025-26 സാമ്പത്തിക വർഷത്തേക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്ത് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണം, കൃഷി, സാമൂഹ്യക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകിയുള്ളതാണ് ബജറ്റ്. വനിതാ ഘടക പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 70,60,480 രൂപയും 2025-26 വർഷത്തിൽ പാർപ്പിട മേഖലയ്ക്ക് 13,63,50,50,000 രൂപയും വനിതാ ഘടക പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 70,60,480 രൂപയും കുട്ടികൾ ഭിന്നശേഷി വിഭാഗത്തിന് 93,30,250 രൂപയും വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് 35,30,500 രൂപയും ബജറ്റിൽ വകയിരുത്തുന്നു. ഉൽപാദന മേഖലയിൽ കാർഷിക മേഖലയിൽ നെൽകൃഷി പ്രോത്സാഹനത്തിന് 23,63,000 രൂപയും ക്ഷീരമേഖലയുടെ വികസനത്തിന് കാലിത്തീറ്റ സബ്സിഡി, ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി തുടങ്ങി വിവിധ പ്രൊജക്ടുകളിലായി 25 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. 22.13 കോടി രൂപ വരവും 21.40 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 73,27,000 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്നു. ഭവന നിർമ്മാണം, കൃഷി, സാമൂഹ്യക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകിയുള്ള ബജറ്റിൽ ആരോഗ്യ പരിരക്ഷ, ശുചിത്വം, കുടിവെള്ളം എന്നീ മേഖലകൾക്കും മുൻഗണന നൽകിയിട്ടുണ്ട്. പാർപ്പിട പദ്ധതികൾക്കായി 13.63 കോടി രൂപയുടെ ബജറ്റ് വകയിരുത്തിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനായി 70,60,000, കുട്ടികളും ഭിന്നശേഷി വിഭാഗത്തിനായി 93,30,000, വയോജനക്ഷേമത്തിനായി 35,30,000 എന്നിവ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെൽകൃഷി പ്രോത്സാഹനത്തിന് 23,63,000 രൂപയും ക്ഷീര കർഷകരുടെ സഹായത്തിനായി 25 ലക്ഷം, SCVP പദ്ധതി പ്രകാരം 4 വർഷം പ്രവർത്തനം നടത്തുന്ന പദ്ധതിയിൽ 2,400 സംരംഭങ്ങളാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് വിവിധ പഞ്ചായത്തുകളിലായി നടപ്പിലാക്കുന്നത്. 60% കേന്ദ്ര ഗവൺമെന്റ് വിഹിതവും 40% സംസ്ഥാന ഗവൺമെന്റ് വിഹിതവുമാണ്. ഈ പ്രോജക്റ്റിന് 6.5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കാർഷികേതര മേഖലയിൽ 75% പുതിയ സംരംഭങ്ങൾക്കും 25% നിലവിലുള്ള സംരംഭങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ അധ്യക്ഷനായി. ചടങ്ങിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK അയമു, നജ്മ തബ്ഷീറ, അസീസ് പട്ടിക്കാട് എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.